ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് DHS സെക്കൻഡ് ഇയറിലെ മൂന്നാമത്തെ പേപ്പറിൽ വന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ LSGI. ഇത് ഇന്ന് ഫൈനൽ എക്സാമിന് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. കൂടുതലും 1 അല്ലെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യത. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ LSGI മീൻസ് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ലോക്കൽ ഗവൺമെന്റ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ് ഗ്രാമപഞ്ചായത്ത് അറ്റ് ദി വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഇൻ അർബൻ ഏരിയാസ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ എന്താണ് കോർപ്പറേഷനും ചേർന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെയാ? ഗ്രാമപഞ്ചായത്ത് ആവാം, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ആവാം, അതുപോലെ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്തിനെയും എന്താണ് വിളിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത്. നഗരപ്രദേശങ്ങളിൽ എന്തായിരിക്കും? ഗ്രാമപ്രദേശത്തെ കാട്ടിയും കുറച്ചും കൂടി ജനസംഖ്യ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പാലിറ്റീസും കോർപ്പറേഷനും. അപ്പൊ ഇവ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ വികസനത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മീൻസ് എന്താണ്? ഗ്രാമപഞ്ചായത്തുകളെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസിനെയും കോർപ്പറേഷനെയും ചേർന്ന് പറയുന്ന പേരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അടുത്തത്, ഇത് 73rd and 74th Constitutional Amendment Act of 1992 established local self-governance in India by giving constitutional status to rural and urban local bodies. അതായത് 1992 73 അതുപോലെ തന്നെ 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചു. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്താണ്? സ്വന്തമായിട്ട് ഭരണം നടത്താനുള്ള അധികാരം ലഭിച്ചു. The primary aim of local self-government institution is facilitate democratic decentralization. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അതായത് എന്താണ്? അധികാര വികേന്ദ്രീകരണം. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അപ്പൊ എന്താണ്? തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആരിലേക്ക് കൈമാറുന്നുണ്ട്? ജനങ്ങളിലേക്ക്. അത് വെറുതെയാണോ കൈമാറുന്നത്? അല്ല. ഒന്നെങ്കിൽ എന്തായിരിക്കും? ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് ജനങ്ങളിലേക്ക് അധികാരം കൈമാറുന്ന ആ സംവിധാനത്തെ പറയുന്ന പേരാണ് എന്ത്? അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ LSGയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അതായത് ഭരണകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഡീസെൻട്രലൈസേഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ലോക്കൽ പ്ലാനിംഗ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തെ മൂന്നായിട്ട് നമുക്ക് പറയാം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള ഗവൺമെന്റ് ഏതാണ്? ദേശീയ ഗവൺമെന്റ് അല്ലെങ്കിൽ നാഷണൽ ഗവൺമെന്റ് എന്ന് പറയാം. അതിന്റെ മിഡിലായിട്ട് പറഞ്ഞതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്. ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശീയ ഗവൺമെന്റ്. അപ്പൊ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ്? ഏറ്റവും താഴെത്തട്ടിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സർവീസ് ഉണ്ട്. ഹെൽത്ത് സർവീസ് ആവാം. അതുപോലെ തന്നെ മറ്റ് സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏത് വഴിയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ, അതായത് ഏറ്റവും താഴെത്തട്ടില് വികസന പദ്ധതികളായാലും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളായാലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ത് വഴിയാണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. കൂടാതെ എന്തൊക്കെ ലക്ഷ്യങ്ങൾ കാണാൻ വേറെ? ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. അതായത് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ സാധാരണ ജനങ്ങളെയും കൂടി പങ്കെടുപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത്? ജനാധിപത്യം, ഡെമോക്രസി കൂടുതൽ കൂടി ശക്തിപ്പെടുത്തുന്നു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ് ആക്ട്. എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് പഞ്ചായത്ത് രാജ് എന്ന് നോക്കാം. The term Panchayat Raj Act typically refers to the 73rd Constitutional Amendment Act of 1992.
അതായത് 1992 ഭരണഘടനാ ഭേദഗതി, ഏത് ഭരണഘടനാ ഭേദഗതി? 73ാം ഭരണഘടനാ ഭേദഗതിയെ പറയുന്ന പേരാണ് പഞ്ചായത്ത് രാജ് ആക്ട്, വിച്ച് ഗ്രാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് നൽകി? ഭരണഘടനാ പദവി നൽകി. അതായത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് നൽകിയത്? ഭരണഘടനാ പദവി നൽകിയത്. The Constitution Act 1992 added Part 9 and the 11th schedule to the Constitution. അതായത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭാഗം 9 അതുപോലെ തന്നെ 11 പട്ടികയും കൂട്ടിച്ചേർത്തു. ഭാഗം 9 അതുപോലെ തന്നെ 11ാമത്തെ പട്ടികയും കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അനുച്ഛേദം 243 തൊട്ട് 243 വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ് പഞ്ചായത്ത് രാജ് ആക്ടിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് രാജ് ആക്ട് ആണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ഊന്നൽ നൽകിയത്. അതായത് വില്ലേജ് പഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന് പ്രാതിനിധ്യം കൊടുത്തത് ഏതാണ്? പഞ്ചായത്ത് രാജ് ആക്ട് ആണ്. കൂടാതെ തന്നെ ഈ 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വേറെ എന്തൊക്കെ വന്നു? സംവരണം വന്നു. സ്ത്രീകൾക്കും പട്ടികജാതി അതുപോലെ തന്നെ പട്ടികവർഗ എന്നിവർക്കും സീറ്റുകൾ അനുവദിച്ചു നൽകി. ഇപ്പൊ പഞ്ചായത്ത് രാജ് ആക്ട് എന്നാണ് വന്നത്? 1992 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ആക്ട് വന്നത്. ഇതിന്റെ ഫലമായിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് എന്ത് കിട്ടി? സ്വന്തമായിട്ട് ഭരണം നടത്താനുള്ള അനുമതി ലഭിച്ചു. കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭാഗം 9 അതുപോലെ തന്നെ 11ാമത്തെ പട്ടികയും കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ് പഞ്ചായത്ത് രാജ് ആക്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം എവിടെ വന്നു? ഇന്ത്യയിൽ വന്നു. ഇനി അടുത്താണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട്. അതും ഇതുപോലെ തന്നെയാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്നാണ് വന്നത്? 1994 എന്താണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കി. അതായത് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്ത് എന്ന സംവിധാനം നിലവിൽ വന്നു. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന ടൈം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണെന്നാണ്. സ്റ്റേറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയത്. അടുത്തത് നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ, ഏപ്രിൽ 24. അതായത് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. ഏപ്രിൽ 24 ഇത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് മുനിസിപ്പാലിറ്റി ആക്ട്. നമ്മൾ നേരത്തെ പഞ്ചായത്ത് രാജ് ആക്ട് പറഞ്ഞു, അതുപോലെ അടുത്തതാണ് മുനിസിപ്പാലിറ്റി ആക്ട്. The Municipality Act typically refers to the state level legislation that implements the 74th Constitutional Amendment Act of 1992. അതായത് മുനിസിപ്പാലിറ്റി ആക്ട് എന്നാണ് വന്നത്? 1992 74ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് മുനിസിപ്പാലിറ്റി ആക്ട് വന്നത്. നേരത്തെ പഞ്ചായത്ത് രാജ് എന്നാണ് വന്നെന്ന് പറഞ്ഞത്? 1992 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. മുനിസിപ്പാലിറ്റി ആക്ട് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്നത് എന്താണ്? നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾക്കും എന്ത് ലഭിച്ചു? ഭരണഘടനാ പദവി ലഭിച്ചു. ഇതിന്റെ ഫലമായിട്ട് അവർ എന്താണ്? സ്വയം നിയമം നിർമ്മിക്കാൻ തുടങ്ങി. ഇത് അമെൻഡ്മെന്റ് ഗിവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു അർബൻ ലോക്കൽ ബോഡീസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് പാർട്ട് 9A ആൻഡ് ദി 12th ഷെഡ്യൂൾ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 9 എന്ന ഭാഗം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ 12ാമത്തെ ഷെഡ്യൂളും ഇന്ത്യയുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ഏതൊക്കെയാണ്? പാർട്ട് 9A അതുപോലെ തന്നെ എന്താണ്? 12th ഷെഡ്യൂളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. ഭരണഘടനയിൽ മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്നത് ആർട്ടിക്കിൾ 243P തൊട്ട് 243Z G വരെയാണ്.
ഇപ്പൊ മുനിസിപ്പാലിറ്റി ആക്ട് എന്തിനാണ് വന്നത്? നമ്മുടെ അർബൻ ഏരിയാസിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബോഡീസിന് ഭരണഘടനാ സാധുത നൽകാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി ആക്ട് വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ്, സ്വന്തമായിട്ട് നിർമ്മാണം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 74ാം ഭേദഗതി വന്നപ്പം എന്തൊക്കെ വന്നു? സംവരണം വന്നു. സ്ത്രീകൾക്കും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും പ്രത്യേകം സീറ്റുകൾ കിട്ടി. അധികാരം എന്താണ്, ഉയർന്ന തലത്തിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അടുത്ത ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. നമ്മുടെ ഇന്ത്യൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റൂറൽ എന്നും അർബൻ എന്നും. ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതും. ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് പഞ്ചായത്ത്, ബ്ലോക്ക് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് എന്ന് പറയാം. അതുപോലെ അർബൻ ഏരിയാസിലാണെങ്കിൽ എന്താണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് എന്ന് പറയാം. അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റീസും, അതുപോലെ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എങ്ങനെ പറയാം. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് പഞ്ചായത്തിനെ കുറിച്ചാണ്, പഞ്ചായത്തിന്റെ ഫംഗ്ഷൻ, പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചാണ്. The Panchayat Raj is a three-tier structure of local self-government in India. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത് ഏതാണ്? പഞ്ചായത്ത് രാജ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വില്ലേജിനെ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? പഞ്ചായത്ത്. പഞ്ചായത്ത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഗ്രാമപ്രദേശങ്ങളിലാണ്, അതായത് വില്ലേജ് ലെവൽ. അതിന് കുറച്ചും കൂടി പോപ്പുലേഷൻ കൂടിയതാണ് ബ്ലോക്ക് ലെവൽ. അവിടെ ഏതാണ്? പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയാം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രവർത്തിക്കുന്നതാണ് ജില്ലാ പഞ്ചായത്ത്. അത് എവിടെയാണ്? ഡിസ്ട്രിക്ട് ലെവലിലാണ്. അപ്പൊ ഏതൊക്കെയാണ്? പഞ്ചായത്ത് എവിടെയാ? വില്ലേജില്. ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എവിടെയാണ്? ബ്ലോക്കില്. അടുത്ത ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് എന്ന് പറയാം, അത് എവിടെയാ? ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഇനി നമുക്ക് ഇത് ഏതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്നതാണ് ഒന്നാമത് ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, ന്യായപഞ്ചായത്ത്. ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, ന്യായപഞ്ചായത്ത്. നമുക്ക് ഇവ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്താണ് ഗ്രാമസഭ. The Gram Sabha is the assembly of the village. It consists of all members above the age of 18 years in the village. അതായത് ഒരു ഗ്രാമത്തിൽ ഉള്ള 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനും ഗ്രാമസഭയിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ഗ്രാമത്തിലെ എല്ലാ വോട്ടർമാരും അടങ്ങുന്ന സഭയാണ് ഗ്രാമസഭ. It discusses the problem and important issues that concern the village. ഒരു ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിക്കുന്നതും അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞ് ചർച്ചകൾ നടത്തുന്നതും എവിടെയാണ്? ഗ്രാമസഭയിൽ വെച്ചാണ്. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതും എവിടെ വെച്ചാണ്? ഗ്രാമസഭയിൽ വെച്ചാണ്. വർഷത്തിൽ 2 തവണ ഗ്രാമസഭ കൂടും. ഗ്രാമസഭ meet at least twice a year and ensure that the maximum number of people participate in the meeting. അതായത് ഒരു ഗ്രാമത്തിലെ മാക്സിമം ആളുകൾ ഗ്രാമസഭയിൽ പങ്കെടുക്കണം. വർഷത്തിൽ 2 തവണയാണ് ഗ്രാമസഭ കൂടുന്നത്. ഗ്രാമസഭയിൽ വച്ചാണ് എന്ത് നടപ്പിലാക്കുന്നത്? വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇനി ആരാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്? പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ. അപ്പൊ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാമത്തിലെ എല്ലാ വോട്ടർമാരും അടങ്ങുന്ന സഭയാണ് ഗ്രാമസഭ. വർഷത്തിൽ 2 തവണയാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. അതിന്റെ ഹെഡ് ആരായിരിക്കും? അധ്യക്ഷൻ ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അടുത്തത് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഈസ് ദി എക്സിക്യൂട്ടീവ് ഓർഗൻ ഓഫ് ദി ഗ്രാമസഭ. ഗ്രാമസഭ നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്താണ് ഗ്രാമസഭയുടെ ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്തിലെ വികസന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളെ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്? ഇലക്ഷൻ പ്രവർത്തനത്തിലൂടെയാണ് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളെ 15 തൊട്ട് 30 വരെ ഉണ്ട്. ചിലപ്പം വേരി ചെയ്യാം. പിന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് എത്ര പോപ്പുലേഷനാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്? 5000 തൊട്ട് 10000 പോപ്പുലേഷൻ കവറേജ് ആണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിൽ പിന്നെ ആരൊക്കെ കാണും? പഞ്ചായത്ത് മെമ്പർ കാണും, പഞ്ചായത്ത് പ്രസിഡന്റ് കാണും, അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി കാണും, വൈസ് പ്രസിഡന്റ് കാണും.
പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഒരു പഞ്ചായത്തിന്റെ ഹെഡ്. The member of the panchayat hold office for a period of 5 years. Every panchayat has an elected president, a vice president, a panchayat secretary. അതായത് ഒരു പഞ്ചായത്തില് ഒരു പ്രസിഡന്റ് കാണും. ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ജനങ്ങളാണ്. ജനങ്ങളാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? വാർഡ് മെമ്പറിനെ തിരഞ്ഞെടുക്കും. അതുവഴി അവരിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കും? പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ഒരു വൈസ് പ്രസിഡന്റ് കാണും. പിന്നെ ഒരു സെക്രട്ടറി കാണും. സെക്രട്ടറിക്കായിരിക്കും ഒരു പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം നിയമനിർമ്മാണം നടത്താനുള്ള കാര്യങ്ങൾക്കുള്ള ചുമതല. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ആരായിരിക്കും? പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും. അതായത് സിവിക് അഡ്മിനിസ്ട്രേഷൻ, സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത്, അതായത് പൊതുജന ആരോഗ്യം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനന മരണ നിരക്കൊക്കെ ആരിലായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്? പഞ്ചായത്തിലെ സെക്രട്ടറിക്കായിരിക്കും. ഒരു പഞ്ചായത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് കാലാവധി എത്രയാണ്? ഭരണ കാലാവധി 5 വർഷമാണ്. ഒരു പഞ്ചായത്തിൽ ആരൊക്കെ കാണും? പഞ്ചായത്ത് സെക്രട്ടറി കാണും, പഞ്ചായത്ത് പ്രസിഡന്റ് കാണും, പിന്നെ വാർഡ് മെമ്പേഴ്സ് കാണും. ഈ വാർഡ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ പ്രോസസ്സിലൂടെ ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് വാർഡ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ കവറേജ് എന്ന് പറയുന്നത് 5000 തൊട്ട് 15000 വരെയാണ്. ഗ്രാമസഭയുടെ എക്സിക്യൂട്ടീവ് ഓർഗൻ ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. അടുത്ത ന്യായ പഞ്ചായത്ത് എന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതാണ് വില്ലേജ് ലെവലിൽ ന്യായ പഞ്ചായത്ത്. ന്യായ പഞ്ചായത്ത് ഈസ് ദ പാർട്ട് ഓഫ് ദി പഞ്ചായത്ത് സിസ്റ്റം വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു റിസോൾവ് വില്ലേജസ് പ്രോബ്ലം. അതായത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗ്രാമതലത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ന്യായ പഞ്ചായത്ത്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ കാണും, അത് പരിഹരിക്കാൻ രൂപീകരിച്ചിട്ടുള്ള സംവിധാനമാണ് ന്യായ പഞ്ചായത്ത്. അതിന് നമുക്ക് വേറൊരു തരത്തിൽ പറയാം, നീതി പഞ്ചായത്ത് എന്ന് പറയാം. അതായത് ഗ്രാമങ്ങളിൽ എന്ത് നടപ്പിലാക്കുന്നുണ്ട്? നീതി നടപ്പിലാക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞ എന്താണ്? ചെറിയ പ്രശ്നങ്ങൾ കാണും ഓരോ ഗ്രാമത്തിലും, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംവിധാനമാണ് ന്യായ പഞ്ചായത്ത്. അടുത്താണ് ബ്ലോക്ക് പഞ്ചായത്ത്. നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്തെന്ന് പറഞ്ഞു, അടുത്തത് ബ്ലോക്ക് പഞ്ചായത്താണ്. The block consists of about 100 village and a population about 80,000 and 1,20,000. അതായത് 100 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിലെ പോപ്പുലേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 80,000 തൊട്ട് 1,20,000 വരെ ആകാം. പഞ്ചായത്ത് രാജ് ഏജൻസി അറ്റ് ദി ബ്ലോക്ക് ലെവൽ ഈസ് ദി പഞ്ചായത്ത് സമിതി, ഒരു ജനപാത പഞ്ചായത്ത്. അതായത് പഞ്ചായത്ത് രാജ് ബ്ലോക്ക് ലെവലിൽ ഉള്ളതിനെ നമുക്ക് പഞ്ചായത്ത് സമിതി എന്ന് പറയാം, അല്ലെങ്കിൽ ജനപാത പഞ്ചായത്ത് എന്ന് പറയാം. ബ്ലോക്ക് പഞ്ചായത്തിന് നമുക്ക് എന്തൊക്കെയെന്ന് പറയാം? പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ജനപാത പഞ്ചായത്ത് എന്ന് പറയാം. ഈ പഞ്ചായത്ത് സമിതിയിലും ഒരു ഹെഡ് കാണും. നേരത്തെ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞതുപോലെ അതിന് പറയുന്ന പേരാണ് സർപഞ്ച് ഓഫ് ദി വില്ലേജ്. ഇപ്പൊ സർപഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് സർപഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള MLA കാണും, MP കാണും, അതുപോലെ തന്നെ വിമനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരാൾ കാണും. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും ഒരു റെപ്രസെന്റേറ്റീവ് കാണും. പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച ഒരാൾ കാണും. The block development officer is the ex officio secretary of the പഞ്ചായത്ത് സമിതി. പഞ്ചായത്ത് സമിതിയുടെ സെക്രട്ടറി എന്ന് പറയുന്ന ആരായിരിക്കും? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആയിരിക്കും. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആയിരിക്കും ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജനമരണ രജിസ്ട്രേഷനും എല്ലാം നടപ്പിലാക്കുന്നത്. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹെഡിനെ നമ്മൾ എന്തെന്ന് പറയും? സർപഞ്ച് എന്ന് പറയും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറ്റൊരു പേരാണ് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ജനപാത പഞ്ചായത്ത്. 100 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സാധ്യമാക്കുക എന്നത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തില് അവിടുത്തെ MLA കാണും, MP കാണും, പിന്നെ അതുപോലെ തന്നെ വിമനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ കാണും. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി കാണും. അടുത്താണ് ഡിസ്ട്രിക്ട് ലെവൽ പഞ്ചായത്ത്. നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്താണെന്ന് പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്ത് എന്താണെന്ന് പറഞ്ഞു. അടുത്താണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിലാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള പഞ്ചായത്ത് സംവിധാനമാണ് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് ഈസ് ദി ഏജൻസി ഓഫ് റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ജില്ലാ തലത്തിൽ തദ്ദേശ സ്വയംഭരണം നടപ്പിലാക്കുന്നത് ഏത് വഴിയാണ്? ജില്ലാ പഞ്ചായത്ത് വഴിയാണ്. എല്ലാ പഞ്ചായത്ത് സമിതിയിലെയും ഹെഡ് എവിടെ പ്രതിനിധീകരിക്കും? ജില്ലാ പഞ്ചായത്തിൽ പ്രതിനിധീകരിക്കും. പിന്നെ അതുപോലെ തന്നെ MLA കാണും, MP കാണും ഡിസ്ട്രിക്റ്റിലുള്ള. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും കാസ്റ്റിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തികൾ കാണും.
പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ് നേടിയ 2 വ്യക്തികൾ കാണും. പിന്നെ കളക്ടർ കാണും. കളക്ടർ ജില്ലാ പഞ്ചായത്തിലെ ഒരു അംഗമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് വോട്ടിംഗ് പവർ ഇല്ലായിരിക്കും, വോട്ടിംഗ് കപ്പാസിറ്റി ഇല്ലായിരിക്കും. പിന്നെ ഒരു ജില്ലാ പഞ്ചായത്തിലെ മെമ്പർഷിപ്പ് എങ്ങനെയായിരിക്കും? 40 തൊട്ട് 70 വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ സംവിധാനമാണ് ജില്ലാ പഞ്ചായത്ത്. എല്ലാ പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെഡ് എവിടെയാണ് പങ്കെടുക്കുന്നത്? ജില്ലാ പഞ്ചായത്തിലാണ്. ജില്ലാ പഞ്ചായത്തിലും ഓരോ അംഗങ്ങളെയും പ്രതിനിധീകരിക്കാൻ വേണ്ടി ഓരോ വ്യക്തികൾ കാണും. പിന്നെ അഡീഷണൽ ആയിട്ട് 2 വ്യക്തികൾ കാണും അഡ്മിനിസ്ട്രേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. ജില്ലയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. അതിന് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആർ ദി പെർമനന്റ് ബോഡീസ് വിത്തിൻ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ദാറ്റ് മാനേജ് സ്പെസിഫിക് ഫംഗ്ഷൻ ലൈക്ക് ഫിനാൻസ്, ഡെവലപ്മെന്റ്, വെൽഫെയർ, ഹെൽത്ത് ആൻഡ് പബ്ലിക് വർക്ക്. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനും വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിരം സമിതിയാണ് എന്ത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതായത് നമുക്ക് പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അത് ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്ന സ്ഥിരം ഒരു സമിതിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. പ്രധാനമായും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഉള്ളത്. ഫിനാൻസ്, ഡെവലപ്മെന്റ്, വെൽഫെയർ, ഹെൽത്ത് ആൻഡ് പബ്ലിക് വർക്ക്. അപ്പൊ ഏതൊക്കെയാണ്? ഫിനാൻസ്, ഡെവലപ്മെന്റ്, വെൽഫെയർ, ഹെൽത്ത് ആൻഡ് പബ്ലിക് വർക്ക്. അതിന് നമുക്കിപ്പോ ഓരോന്നും ഏതൊക്കെയും നോക്കാം. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫിനാൻസ്, ഡെവലപ്മെന്റ്, വെൽഫെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഒന്നാമതാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതാണ് ബഡ്ജറ്റിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഓരോ വികസന പ്രവർത്തനത്തിനും ചിലവാകേണ്ട തുകയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അടുത്തതാണ് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതായത് അഗ്രികൾച്ചറിനും വ്യവസായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അടുത്തതാണ് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതായത് സോഷ്യൽ സെക്യൂരിറ്റി, അതായത് സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അടുത്തതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. സ്കൂൾസിനും അതുപോലെ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി? ഫിനാൻസ്, ഡെവലപ്മെന്റ്, വെൽഫെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആണ് ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും പ്രവർത്തിക്കുന്ന 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും. ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണെങ്കിൽ ഒരു അഡീഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൂടെ വരും പബ്ലിക് വർക്കിന് വേണ്ടിയിട്ട്. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലുള്ളത്. ഫിനാൻസ്, ഡെവലപ്മെന്റ്, വെൽഫെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്, അതുപോലെ തന്നെ പബ്ലിക് വർക്കിന് വേണ്ടിയിട്ടും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് LSGI ആണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റോഡ്സ്, സ്ട്രീറ്റ് ലൈറ്റ്, പബ്ലിക് മാർക്കറ്റ് ആൻഡ് സ്റ്റോം ഡ്രെയിൻസ്. അതായത് റോഡ് നിർമ്മാണം, നമ്മുടെ പഞ്ചായത്ത് തലത്തിലെ റോഡുകളും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ റോഡുകളും അവയുടെ അറ്റകുറ്റപ്പണിയും എല്ലാം നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ കൂടാതെ തന്നെ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ പ്രൊവൈഡിങ് പബ്ലിക് യൂറിനൽസ്, ലാട്രിൻസ്, ബാത്തിങ് ഫെസിലിറ്റീസ് ആൻഡ് മാനേജിങ് സെമിത്തേരീസ്. അതായത് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ഇപ്പം ടോയ്ലറ്റ് എല്ലാം സ്ഥാപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. പിന്നെ എൻഷുറിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ആൻഡ് മാനേജിങ് വാട്ടർ വേസ്. അതായത് നമ്മൾ നദികളും അതുപോലെ തന്നെ കിണറുകളും ഒന്നും തന്നെ മലിനമാകാതെ നോക്കേണ്ടതും ഇവയുടെ ചുമതലയാണ്. അടുത്ത ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. അതായത് നഗരപ്രദേശങ്ങളിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷന്റെയും പരിധിക്കുള്ളിലാണ്. അടുത്തത് തന്നെ നമ്മൾ രോഗങ്ങളൊന്നും വരാതെ കൺട്രോൾ ചെയ്ത് നിലനിർത്തുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും വാക്സിനേഷൻ, ഇപ്പം അതുപോലെ ടൈഫോയിഡ് തുടങ്ങിയ വാക്സിനേഷൻ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിലെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്ത പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഗ്രാമസഭ വിളിച്ചു കൂട്ടുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിന്റെ വികസന പരിപാടികൾ നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് സോഷ്യൽ ജസ്റ്റിസ്. അതായത് സമൂഹത്തിലെ വ്യക്തികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ അനിമൽ ബർത്ത് കൺട്രോൾ, അതായത് നായ്ക്കൾക്കുള്ള ലൈസൻസ്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കൂടാതെ തന്നെ നമുക്ക് മരണ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ജനന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ കൂടാതെ തന്നെ കുടുംബശ്രീ വഴി സ്ത്രീകളുടെ ശാക്തീകരണം നടപ്പിലാക്കുന്നുണ്ട്.
പ്രധാനമായിട്ടും എന്താണ് ഹോട്ടലിന്റെ ലൈസൻസ്, അതുപോലെ തന്നെ ഡോഗ്സിന്റെ ലൈസൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പിന്നെ കൂടാതെ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന സേവനമാണ്.